Hello. വെൽക്കം ബാക്ക് ടു നീലാനീരം. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് ഒട്ടൻചിത്രം തങ്കച്ചാമ്പട്ടിയുള്ള കരമാരമ്മൻ കോവിലേക്കാണ് കേട്ടോ. ആസ് യൂഷ്വൽ എപ്പോഴും 11 മണിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞ് തീരുമാനിച്ചിട്ട് ഞങ്ങളിന്ന് ഇറങ്ങിയത് ഒരു 12:30 മണി ആയപ്പോഴേക്കാണ് കേട്ടോ. ഞങ്ങൾ പോകുന്നത് പളനി ഒട്ടൻചിത്രം ഹൈവേ വഴിയാണ്. അപ്പോൾ ഇവിടെ ഈ വഴി പോകുമ്പോൾ ഒരു ടോളുണ്ട്. എന്നും ഏത് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്താലും അവസാനിക്കുന്നത് ഫുഡിലായതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ വിചാരിച്ചു ഒരു വെറൈറ്റിക്ക് സ്റ്റാർട്ടിങ് തന്നെ ഫുഡ് കഴിച്ചിട്ട് അങ്ങ് ഇറങ്ങാമെന്ന്. അങ്ങനെ ഞങ്ങൾ വന്നിരിക്കുന്നത് ഒട്ടൻചിത്രം ഹൈവേയിലുള്ള അപൂർവ സ്വീറ്റ്സ് ആൻഡ് കോഫി എന്ന് പറഞ്ഞ കടയിലാണ്. ഇത് പ്യുവർ വെജിറ്റേറിയൻ കടയാണ്. ഇറങ്ങുമ്പോൾ ഞങ്ങൾ ജ്യൂസ് കഴിക്കുന്നതാണ് പ്ലാൻ ചെയ്തതെങ്കിലും അവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ മൈൻഡൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. പലർക്കും പല ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് എല്ലാവരും ഓർഡർ ചെയ്തിരിക്കുന്നത് ഡിഫറെൻറ്റ് ഐറ്റംസ് ആണ് കേട്ടോ. ചപ്പാത്തി, പൊറോട്ട, ചില്ലി പൊറോട്ട, സാമ്പാർ റൈസ്. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് സാമ്പാർ റൈസാണ് കേട്ടോ. ഇവിടെ സാമ്പാർ സാദം എന്നാണ് പറയുക. സാമ്പാർ സാദവും പിക്കിളിനും വെച്ച് കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞങ്ങൾ അതിൻ്റെ കൂടെ ഞങ്ങളൊരു ജ്യൂസും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ നട്ടുച്ച സമയത്ത് എല്ലാവരും ജ്യൂസ് കഴിക്കുമ്പോൾ ദീപി മാത്രം വെറൈറ്റി ആയിട്ട് കോഫി ആയിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത്. അവൾക്ക് വട്ടാണോ എന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നുകയാണോ എന്നറിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി പുറത്തൊക്കെ നിൽക്കുക. അപ്പോൾ ഇതായിരുന്നു കേട്ടോ അതിൻ്റെ എൻട്രൻസ്. ഇവിടെ തന്നെ ടോയ് സെക്ഷൻസിൻ്റെ കടയും അത് സൂപ്പർ മാർക്കറ്റ് പോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ സൈഡിൽ നോക്കിയപ്പോൾ കുറച്ച് സ്വീറ്റ്സ് പിന്നെ ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ നാരങ്ങ മുട്ടായിനെയാണ് ഓർത്തത്. അപ്പോൾ അതും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും കാറിൽ കയറി ഞങ്ങൾ അമ്പലത്തിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. നിങ്ങൾ പളനിയൊക്കെ വിസിറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇതും ഒരു നല്ല ലൊക്കേഷനായിരിക്കും നിങ്ങൾക്ക് പോകാൻ പറ്റിയത്. നല്ല അടിപൊളി അമ്പലമാണ്. നമ്മൾ അവിടെ എത്തുമ്പോൾ തന്നെ നമുക്കൊരു വേറെ തന്നെ ഒരു വൈബും വേറൊരു അറ്റ്മോസ്ഫിയറും ഒക്കെയാണ് അവിടെ ഉണ്ടാവുക. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ്. നിങ്ങൾ പ്രൈവറ്റ് വെഹിക്കിളാണെങ്കിൽ വരുന്നെങ്കിൽ ഇതിൻ്റെ ലൊക്കേഷൻ ഗൂഗിളിൽ ഉണ്ടാവും. അതല്ല നിങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പളനിയിൽ നിന്ന് ഒട്ടൻചിത്രം വന്നിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു ഓട്ടോയോ അല്ലെങ്കിൽ തങ്കച്ചാമ്പട്ടിയിലേക്കുള്ള ലോക്കൽ ബസ്സോ കയറിയിട്ട് ഇവിടെ വരാവുന്നതാണ്. ഞങ്ങൾ ഫസ്റ്റ് തന്നെ എത്തി. മമ്മി ഡാഡിയും കൂടെ വരുന്നുണ്ടായിരുന്നു. അവർ വേറെ വണ്ടിയിലായതുകൊണ്ട് ഞങ്ങൾ അവിടെ എത്തിയിട്ട് അവരും കൂടെ വന്നതിന് ശേഷം അമ്പലത്തിലേക്ക് കയറാമെന്ന് വിചാരിച്ച് അവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഫ്രീ ടൈം കിട്ടിയ സമയം കൊണ്ട് ദീപി അവിടെയുള്ള മരത്തിലൊക്കെ വരഞ്ഞ് കയറാനും തൂങ്ങിക്കളിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന അടുപ്പൊക്കെ എന്തിനാണ് കൂട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫ്രൈഡേ, ട്യൂസ്ഡേ അതേപോലെ സാറ്റർഡേയിൽ ചില നേർച്ചകളൊക്കെ കൊടുത്ത ആൾക്കാർ വന്നിട്ട് ഇവിടുന്ന് കുക്കൊക്കെ ചെയ്യും. അതായത് നമ്മൾ ഈ കടാവെട്ട്, കോഴി അങ്ങനെയൊക്കെ നമ്മൾ നേർച്ച കൊടുക്കില്ലേ, അതേപോലെ ഇവിടെയും ചില നേർച്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് കുക്ക് ചെയ്യാം, അതേപോലെ തന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് കുക്ക് ചെയ്യാം. ആ സമയത്താണ് ഞങ്ങൾ ഈ തള്ളുവണ്ടി കണ്ടത്. ഇവിടെ ഇങ്ങനെ ഐസ്ക്രീമൊക്കെ വിൽക്കില്ലേ, നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിട്ടുള്ള ഈ എന്താ പറയുക ഈ സേമിയ അതേപോലെ ഇതൊക്കെ പണ്ട് നമ്മൾ സ്കൂളിൽ ടൈമിലൊക്കെ 2 രൂപയ്ക്കും 5 രൂപയ്ക്കൊക്കെ നമ്മൾ വീട്ടിലറിയാതെയൊക്കെ കഴിച്ചുകൊണ്ടിരില്ല. അതേ സാധനമായിരുന്നു ഇത് ഞാനിപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഉത്സവത്തിന് പോയവരെ എനിക്കിതൊന്ന് കാണാൻ കിട്ടാറില്ല. ഇപ്പം നമ്മുടെ അവിടെ ചോക്കോബാർ, മാംഗോ ബാറൊക്കെ ആയി മാറിയില്ലേ. അങ്ങനെ ഇതൊരു അമ്പലത്തിൻ്റെ ഒരു ഫ്രണ്ട് എൻട്രൻസ് ആണ്. ആ സൈഡിലുള്ളത് ഒരു സൈഡ് എൻട്രൻസ് ആണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ്. ഇതാണ് ഈ വഴി നമുക്ക് ഉള്ളിൽ കയറാം. ആ ഓപ്പോസിറ്റ് സൈഡ് വഴി ഉള്ളിൽ കയറാം. കാണാൻ കുഞ്ഞമ്പലമാണെങ്കിലും ഇവിടുത്തെ ദേവിക്ക് ഭയങ്കര ശക്തിയാണെന്നാണ് കേട്ടോ ഇവരുള്ളവരുടെ വിശ്വാസം. വിവിയുടെ മമ്മി ഡാഡിയും കല്യാണം കഴിഞ്ഞ് ഒരു 20-30 വർഷങ്ങൾക്ക് മുമ്പേ മുതൽ ഈ അമ്പലത്തിൽ വരാൻ തുടങ്ങിയതാണ് കേട്ടോ. ഇപ്പോഴും അവർ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉത്സവം എന്തെങ്കിലുമൊക്കെ നേർച്ചയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടാണ് കേട്ടോ ചെയ്യാറ്. അങ്ങനെ മമ്മിയും ഡാഡി എത്തി. പിന്നെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ പോയി പ്രാർത്ഥിക്കുന്നൊന്നും ഞങ്ങൾ എടുത്തില്ല. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിലുള്ളത്. അതുപോലെ നമുക്ക് കാക്കവിളക്ക്, തൊട്ടിൽ കെട്ടുന്നത്, പിന്നെ ദേവിക്ക് മാല, മഞ്ഞൾ, അതേപോലെ ഈ പറഞ്ഞ പോലെ ആട്, അതായത് കട അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ നാട്ടുകോഴിയാണ് ഇവിടുത്തെ നേർച്ചയായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഞാനിവിടെ ഫസ്റ്റായിട്ട് വരുന്നത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഒരു 2 വർഷം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കാറ് വാങ്ങിച്ചതിന് ശേഷം ഇവിടെയാണ് ഞങ്ങൾ പളനിയിൽ നിന്ന് പൂജിക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഫസ്റ്റ് ടൈം വന്നപ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള നമുക്കൊരു വിശ്വാസം അല്ലെങ്കിൽ ഒരു അട്രാക്ഷനൊക്കെ തോന്നില്ല. അങ്ങനെ തോന്നിയൊരു അമ്പലമാണ്. പിന്നെ ഇവിടെ എൻട്രൻസിൻ്റെ അവിടെ തന്നെ ഒരു മഞ്ഞൾ വെച്ചിട്ടുണ്ടാവും കേട്ടോ, മഞ്ഞൾ വെള്ളം. അപ്പം നമ്മൾക്കുണ്ടാവുന്ന പേടികൾ അങ്ങനെയൊക്കെ ഇത് നമ്മുടെ മുഖത്തേക്ക് 3 പ്രാവശ്യം ഇങ്ങനെ അടിക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പേടികളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമുക്കൊരു മോശം ഫീൽ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് തോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ ചെയ്യുമ്പോൾ മാറും എന്നാണ് വിശ്വാസം. ലാസ്റ്റ് ടൈം വന്നപ്പോഴും ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും ഇത് നമ്മുടെ മുഖത്ത് ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതാണ് കേട്ടോ അമ്പലത്തിനുള്ളിൽ ഞാൻ കുക്ക് ചെയ്തു എന്ന് പറയുന്ന ഫുഡ്. അത് ഞങ്ങൾ കുക്ക് ചെയ്തതല്ല, വേറെ ഇന്ന് നേർച്ചയുള്ള ആരോ കുക്ക് ചെയ്തതാണ്. അങ്ങനെ കുക്ക് ചെയ്തത് നമുക്ക് എപ്പോഴെങ്കിലും അവർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കഴിക്കാൻ തരും കേട്ടോ.
ഫസ്റ്റ് ടൈമാണ് ഒരു അമ്പലത്തിനുള്ളിലും നോൺ വെജ് കുക്ക് ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നത്. അതിനുശേഷം ഞങ്ങൾ പുറത്ത് വന്നിട്ട് ഐസ്ക്രീമൊക്കെ ചെയ്തു. എൻ്റെ മൂന്നാമത്തെ ഐസ്ക്രീമാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ നമ്മുടെ ഐസ്ക്രീമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അപ്പം എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. ഞാൻ കഴിക്കുമ്പോഴേക്കും ഇവരെല്ലാവരുടെ കയ്യിൽ നിന്നും വാങ്ങിച്ച് കഴിച്ചതിന് ശേഷം എൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അങ്ങനെ കൂടുതൽ നിന്ന് അവിടെ നിന്ന് അവരുടെ കടി വാങ്ങിക്കേണ്ടത് ഞാൻ കൊടുത്തതിന് ശേഷം ഇവർ 2 പട്ടികളുണ്ടായതുകൊണ്ട് 2 പേരും കൂടെ തല്ലുപിടിക്കുക. അതിൻ്റെ ഇടയിൽ എൻ്റെ ജീവനും കൊണ്ട് ഞാൻ ഓടുന്ന രംഗമാണ് ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിലൊക്കെ കഴിഞ്ഞു. ഇതേപോലത്തെ കോഴിയാണ് കേട്ടോ ഇവിടെ നേർച്ചയായിട്ട് കൊടുക്കുന്നത്. അപ്പം അത് കഴിഞ്ഞ് പിന്നെ അവിടെ അമ്പലത്തിന് പുറത്ത് കളിപ്പാട്ടങ്ങൾ, വളകൾ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ വിൽക്കുന്ന കടയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ദീപി ഒരു 2 ടോയ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് അറിയുന്ന ഒരാളാണ് അവിടുത്തെ പൂജാരിയായിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്കെല്ലാം മമ്മിക്കും ഡാഡിക്ക് അറിയുന്ന ഒരാളായിരുന്നു. ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ് കേട്ടോ. അങ്ങനെ അവരാണ് ഞങ്ങൾക്ക് സെക്കൻഡ് ഐസ്ക്രീമും വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ദീപിക്ക് ടോയ്സും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 25 വർഷത്തെ ബന്ധം ഉണ്ടായിരുന്നു അവരുമായിട്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെ സംസാരം എന്ന് പറയുന്നത് ഈ മരത്തിനെ പറ്റിയിട്ടായിരുന്നു. ഈ മരം കണ്ടോ നിങ്ങൾ, ഇതിന് ഏകദേശം 300 വർഷത്തോളം പഴക്കം ഉണ്ടാകുന്ന അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങളങ്ങനെ പ്രാർത്ഥനയും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനി ഞങ്ങൾ തിരിച്ച് പോകാമെന്ന് പറഞ്ഞ് നിൽക്കുക കേട്ടോ. ഇവിടെ ഇരിക്കുന്ന ഈ മുത്തശ്ശീനെ കണ്ടോ, ഈ മുത്തശ്ശി ഞങ്ങൾക്ക് വന്നപ്പോൾ തന്നെ പൂവും എനിക്കും ദീപിക്കും മമ്മിക്കും ഉള്ള പൂവൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇത് മമ്മിക്ക് അറിയുന്ന ഒരാളാണ്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. ഇപ്രാവശ്യം ദീപിയും ഹെൻറിയും കൂടിയിട്ട് ആ വണ്ടിയിലും ഞങ്ങൾ ഈ വണ്ടിയിലുമാണ് പോകുന്നത്. മമ്മി വരുന്ന വഴിക്ക് കുറച്ച് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പളനി ഈ അമ്പലത്തിലേക്ക് 32 കിലോമീറ്ററാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ വരുന്ന വഴി ഏകദേശം വൈകുന്നേരം ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ചായയും കൂടെ കഴിച്ചു. ചായയും ഒരു ടീ കേക്കും കൂടെ കഴിച്ചിട്ട് അവിടെ നിന്ന് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്റ്റോറി അത്രേ ഉള്ളൂ. ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, സീ യു.